ഹലോ. നമ്മൾ വർക്ക് സിങ്കിനകത്ത് ഡോക്ടേഴ്സിനെയും കെമിസ്റ്റിനെയും സ്റ്റോക്കിസ്റ്റിനെയും എല്ലാം നമ്മൾ ആഡ് ചെയ്യൽ ഏരിയക്കകത്തോട്ടാണ്. എന്നിട്ട് ഈ ഏരിയ ആണ് നമ്മൾ ഓരോരോ റെപ്പുമാർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. റെപ്പുമാർക്ക് ABMന് എല്ലാവർക്കും നമ്മൾ ഈ ഏരിയ ആണ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഏരിയയിൽ ഒരു രണ്ട് ഡോക്ടറിനെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 4 ഡോക്ടർ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഏരിയയിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്താൽ ആ ജസ്റ്റ് ഏരിയ എടുക്കുക, എന്നിട്ട് ഡോക്ടേഴ്സിനെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയ ആർക്കൊക്കെയാണോ അസൈൻ ചെയ്തേക്കുന്നത്, ഏതൊക്കെ റെപ്പന്മാർക്ക് ഏതൊക്കെ ABMമാർക്ക് അസൈൻ ചെയ്തിട്ടുണ്ടോ ഇവരുടെ എല്ലാ പ്രൊഫൈലിനകത്തോട്ടും ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒറ്റ സ്ഥലത്ത് അപ്ഡേറ്റ് ചെയ്താൽ മതി, എല്ലാവരിലും ഒരുമിച്ച് സാധനം വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ എങ്ങനെ നമ്മൾ പുതിയ ഏരിയ ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ ഡോക്ടേഴ്സിനൊക്കെ എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇത് വിഷ്ണു എന്ന് പറഞ്ഞ ആളുടെ ഡോക്ടേഴ്സ് ലിസ്റ്റാണിത്. കോട്ടയത്തുള്ള വിഷ്ണു എന്ന് പറഞ്ഞ ആളുടെ ഡോക്ടേഴ്സ് ലിസ്റ്റാണിത്. അപ്പോൾ പുള്ളിയുടെ HQ ഏതായിരിക്കും? കോട്ടയമായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇപ്പം HQ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, HQ ആഡ് ചെയ്ത് തുടങ്ങണതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി പാല പോയി ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ ചോദിക്കും ഇത് HQ ആണോ അല്ലയോ എന്നുള്ളത് ചോദിക്കും. അന്നേരം എന്താ നമുക്ക് ഒരു HQ സെലക്ട് ചെയ്യാൻ ഉണ്ടാവില്ലല്ലോ പാല എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമുക്ക് കോട്ടയം ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ വരുന്നു, ഇതാണ് ഏരിയൻ്റെ ടാബ് വരുന്നത്. ഓക്കെ, സെലക്ട് ചെയ്യുക, ഏരിയൻ്റെ നെയിം കോട്ടയം. ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഇത് ബേസ് ഏരിയ ഏതാണെന്നാണ് ചോദിക്കുന്നത്. കോട്ടയം തന്നെ ഒരു ബേസ് ഏരിയ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ദിസ് ഈസ് എ ബേസ് ഏരിയ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പം മറ്റേ നേരത്തെ ഉണ്ടായിരുന്ന 2 ഓപ്ഷൻസും മുന്നിൽ പോയി. പിന്നെ ഇവിടെ നോട്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് അത്യാവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെന്നെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കുറച്ച് ഡോക്ടേഴ്സിനെ ആഡ് ചെയ്ത് നോക്കാം. നമ്മൾ ഡോക്ടറിനെ എടുക്കുന്നു, പേര്, സ്പെഷ്യാലിറ്റി, ഫോൺ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ചുമ്മാ 0 എന്തെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, ഇമെയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ കൊടുക്കാം. നോട്ട്സ് ഒന്ന് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അഡ്രസ്സ് എന്തായിരിക്കും? അഡ്രസ്സ് നമ്മുടെ ഇവിടുത്തെ കോട്ടയം തന്നെ എന്ത് ചെയ്യും, തൽക്കാലം കോട്ടയം തന്നെ കൊടുക്കാം. പ്രോപ്പർ അഡ്രസ്സാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഗോയിങ് ഫോർവേഡ്. പക്ഷേ നമ്മളെ കയ്യിൽ ഇപ്പം പ്രത്യേകിച്ച് അഡ്രസ്സൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ള അഡ്രസ്സ് എന്തെങ്കിലും ഒരു ഏരിയൻ്റെ അഡ്രസ്സ് കൊടുത്താൽ മതി. പിന്നെ ഇത് എത്ര കോൾസ് എടുക്കണം എന്നാണ്, ഈ ഡോക്ടർ എത്ര കോൾസ് എടുക്കണം എന്നാണ്. ഉദാഹരണത്തിന് 3 അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡോക്ടറിനെ ആഡ് ചെയ്തു. പക്ഷേ നമ്മൾ ഈ പേജിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഈ പേജിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് വെച്ചിട്ടുണ്ടോ ആ വെച്ച അപ്ഡേറ്റ്സ് എല്ലാം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഡോക്ടറിനെ ആഡ് ചെയ്തു റിമൂവ് ചെയ്തു അതൊന്നും ചിലപ്പോൾ റിഫ്ലക്റ്റ് ആവത്തില്ല. ഓക്കെ, നമ്മൾ ഓരോരോ ഡോക്ടറിനെ ആഡ് ചെയ്യുമ്പോൾ സേവ് ചെയ്യേണ്ട, അത് ഭയങ്കര പണിയായിരിക്കും. അതിന് പകരം എന്ത് ചെയ്യുക, എല്ലാവരും ആഡ് ചെയ്തു റിമൂവ് ചെയ്തു എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ചുമ്മാ ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഡോക്ടറിനെ ആഡ് ചെയ്യാം. കോട്ടയത്ത് തന്നെയുള്ള എല്ലാ ഡോക്ടറിനെയും നമുക്കൊണ്ട് ആഡ് ചെയ്ത് തീർക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോട്ടയത്തുള്ള ഡോക്ടേഴ്സ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സേവിങ് കൂടി ചെയ്യണം. ഓക്കെ, കോട്ടയത്തുള്ള ഡോക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് സേവ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിനി അടുത്തൊരു ഏരിയ നോക്കി വെക്കാം. അടുത്തൊരു ഏരിയ ഇവിടെ ഉള്ളത് വിഷ്ണുവിൻ്റെ ഒരു വേറൊരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാം. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൈങ്കുളം 3 ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ പൈങ്കുളം നമുക്ക് ആഡ് ചെയ്യാം. പൈങ്കുളം ആഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ വീണ്ടും പ്ലസ് അടിക്കുക, ഇവിടെ പൈങ്കുളം സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും, പൈങ്കുളം ആഡ് ചെയ്യുക. കാരണം പൈങ്കുളത്തിൻ്റെ ബേസ് ഏരിയ ഏതാണ്? കോട്ടയം. നമ്മൾ നേരത്തെ ബേസ് ഏരിയ കോട്ടയം ആഡ് ചെയ്തതിനെ കൊണ്ട് ഇവിടെ എന്ത് ചെയ്യും, കോട്ടയം എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഇനി നമ്മളിവിടെ പൈങ്കുളം ടു കോട്ടയം എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കണം. അത് നോക്കാൻ എളുപ്പമാണ്. നമ്മൾ ഗൂഗിൾ മാപ്സിനകത്ത് പോവുക, പൈങ്കുളം ടു കോട്ടയം ഡിസ്റ്റൻസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം എത്ര, കാരണം നമ്മൾ ഈ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ കിലോമീറ്റർ ഇത് ആ പൈങ്കുളമല്ല, ഇത് വേറെ ഏതോ ഒരു. ഓക്കെ, പൈങ്കുളം ടു കോട്ടയം. ഓക്കെ, ഇതിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് എന്തോ ഒരു വ്യത്യാസം ഉണ്ട് തോന്നുന്നുണ്ട്. പൈങ്കുളം കുമരകം
ഒരു ഏകദേശം ഡിസ്റ്റൻസ് കൊടുത്താൽ മതി നമുക്ക്. ഓക്കെ, 57 കിലോമീറ്റർ എന്നാണ് ഏകദേശം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 60 ആ ഒരു റേഞ്ചിൽ ഇട്ട് കൊടുക്കുക. 57 എന്ന് പറയുമ്പോൾ 60. ഇനിയിപ്പം അത് നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഡിസ്റ്റൻസ് ഒക്കെ എത്ര വേണ്ടെന്നുള്ളത് കറക്റ്റ് കിട്ടും. ഓക്കെ, ഇപ്പം പൈങ്കുളം എന്ന് പറഞ്ഞ പേര് കൊടുത്തു, പിന്നെ ബേസ് ഏരിയ കൊടുത്തു, ഡിസ്റ്റൻസ് എത്ര എന്നുള്ളത് അതും ആഡ് ചെയ്തു. പിന്നെ ഇത് സെലക്ട് ചെയ്തത് കാരണം ഇതൊരു ബേസ് ഏരിയ അല്ലല്ലോ, ഇതൊരു എക്സ്റ്റൻഷൻ ആണല്ലോ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഇരിക്കുന്നു. ഇത് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിയുള്ള ഡോക്ടേഴ്സിനെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ, പൈങ്കുളത്തുള്ള ഡോക്ടേഴ്സ്. ഓക്കെ, GB. ഓക്കെ, സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടെ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ റിഫ്രഷ് ചെയ്താൽ ഏരിയ എടുത്താൽ പൈങ്കുളം. ഓക്കെ, ഇവിടെ ചെക്ക് ചെയ്തതിനെ കൊണ്ടാണ്. ഇവിടെ അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും. ഓക്കെ, അതോടെ പൈൻകുളം ഉണ്ട് ഇവിടെ. ഓക്കെ, ഇപ്പോൾ പൈൻകുളത്ത് 4 ഡോക്ടേഴ്സ് ഉണ്ട്. അതേപോലെ പിന്നെ ഏതാണ് കോട്ടയത്ത് ഒരു ഡോക്ടറുണ്ട്. കോട്ടയത്തുള്ള ഡോക്ടേഴ്സാണത്. പിന്നെ പൈൻകുളം എക്സ്റ്റൻഷനാണ് ഈ കിടക്കുന്നത്. പൈൻകുളത്തുള്ള ഡോക്ടേഴ്സാണ് ഈ കിടക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, വിഷ്ണുവിൻ്റെ ആളാണ് നമ്മൾ ഈ ഏരിയ കിടക്കുന്നത്. അപ്പോൾ വിഷ്ണുവിൻ്റെ ID ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, വിഷ്ണുവിൻ്റെ ID ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്, ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനീൻ്റെ ഫസ്റ്റത്തെ ഒരു കോഡ് ഉണ്ടാവും. ഇപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വർക്സിങ്ക് എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക, WSYNC അങ്ങനെ ഒരു കോഡ് എല്ലാ കമ്പനിക്ക് തന്നിട്ടുണ്ടാവും. സോറി, ഇവിടെ യൂസറിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്, വിഷ്ണു. ഓക്കെ, പിന്നെ യൂസറിൻ്റെ ഇമെയിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കാം. ഫോൺ നമ്പർ പുള്ളിക്കാരൻ്റെ ഫോൺ നമ്പർ കൊടുക്കാം. ഞാൻ ഇപ്പോൾ തൽക്കാലം എൻ്റെ ഫോൺ നമ്പർ കൊടുക്കാം. ഓക്കെ, യൂസർ IDക്ക് നമ്മളിവിടെ കമ്പനീൻ്റെ ഒരു കോഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പനീൻ്റെ ഒരു കോഡ് ഉണ്ടാവും. കോഡ് നമ്മളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം ഇതിപ്പോൾ ടെസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വർക്സിങ്ക് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യാം. NC നമ്മളൊരു 3 ലെറ്റർ അല്ലെങ്കിൽ 4 ലെറ്റർ കോഡൊക്കെയാണ് എല്ലാ കമ്പനിയും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനിയിപ്പോൾ യൂസർ IDൻ്റെ ബാക്കിയുള്ള ഈ യൂസർ ID യൂണീക്ക് ആയിരിക്കണമല്ലോ. ഓരോ യൂസറിനും യൂണീക്ക് യൂസർ ID ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ നമ്മുടെ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റത്തെ 4 ഡിജിറ്റ് എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു യൂസർ ID ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, റോൾ എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇയാളുടെ ലീഡ് ആരാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, ABM ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഇനി ഇയാളുടെ ബേസ് ഏരിയ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ അയാളുടെ ബാക്കിയുള്ള ഏരിയാസും സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, സേവ് അടിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ യൂസറിനെ ജനറേറ്റ് ആയി, യൂസർ ID ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ആയി. ഇനി നിങ്ങൾ ജസ്റ്റ് ഈ യൂസർ ID ആ യൂസറിനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ലോഗിൻ ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ ഈ നമ്പറിനകത്തോട്ട് എന്ത് വരും, OTP മറ്റു കാര്യങ്ങളൊക്കെ വരും ഓട്ടോമാറ്റിക്കലി. പിന്നെ പുള്ളിക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയാസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും ചെയ്യും. ഇനി കോട്ടയത്ത് ഇപ്പം വേറൊരു ABM വേറെ ആരെങ്കിലും വന്നതിരിക്കട്ടെ. ഓക്കെ, എന്ത് ചെയ്യാം, കോട്ടയത്ത് വേറൊരു ABM വന്നു കഴിഞ്ഞാൽ പ്ലസ് അടിക്കുക, പേര് എന്തെങ്കിലും, ഇപ്പം വിഷ്ണു, ഇപ്പോൾ രാകേഷ് വന്നിരിക്കട്ടെ. രാകേഷ് വന്നു. ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ പുള്ളിയുടെ. അപ്പം ഞാൻ തൽക്കാലം വേറൊരു ഫോൺ നമ്പർ കൊടുക്കാം. 435752 എന്ന് കൊടുക്കാം. ഓക്കെ, രാകേഷിൻ്റെ യൂസർ ID ഇതേ പറഞ്ഞ മാതിരി നമ്മൾ എന്ത് ചെയ്യും, വർക്സിങ് WSYNC _ പിന്നെ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റത്തെ 4 ഡിജിറ്റ് 5752 എന്ന് കൊടുക്കാം. ഓക്കെ, റോൾ എന്തായിരിക്കും, ABM. ഓക്കെ, പുള്ളിയുടെ ബേസ് ഏരിയ കോട്ടയം. അതേപോലെ കോട്ടയത്തുള്ള ബാക്കിയുള്ള ഏരിയാസ് എല്ലാം പുള്ളിയുടെ ഇതിനകത്ത് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ഈ യൂസർ നെയിം സേവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ 2 യൂസറിനെ ക്രിയേറ്റ് ചെയ്തു, അതേപോലെ 2 ഏരിയയും ക്രിയേറ്റ് ചെയ്തു.
ഇനി ഈ യൂസേഴ്സ് കയറി കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ അസൈൻ ചെയ്ത ഏരിയസും മറ്റു കാര്യങ്ങളൊക്കെ ഇവർക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി നമ്മളിപ്പോൾ നമ്മുടെ ഈ ഏരിയക്കകത്ത് പോയിട്ട് ഈ കോട്ടയത്ത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്തിരിക്കട്ടെ. ഡോക്ടറിന് റിമൂവ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോക്ടറിനെ സെലക്ട് ചെയ്യുക, ആക്റ്റീവ് ഉള്ളത് മാറ്റി ഇനാക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ ആ ഡോക്ടർ റിമൂവ് ആയിക്കോളും. ആക്ടർ മാറ്റി ഇനാക്റ്റീവ് ആക്കുക, സേവ് ചെയ്യുക. ഓക്കെ, അപ്പം ആ ഡോക്ടർ റിമൂവ് ആയിക്കോളും. പിന്നെ ആ ഡോക്ടർ അവിടെ കാണില്ല. അപ്പം ഈ ചേഞ്ച് എല്ലാവരുടെ പ്രൊഫൈലിനകത്തോട്ടും ഒരേ സമയം റിഫ്ലക്റ്റ് ആവും. ഇപ്പം നേരത്തെ ഉണ്ടാക്കിയ വിഷ്ണുവിൻ്റെയും രാകേഷിൻ്റെയും എല്ലാ പ്രൊഫൈലിനകത്തോട്ടും ഒരുമിച്ച് റിഫ്ലക്റ്റ് ആവും. അപ്പോൾ ഒറ്റ സ്ഥലത്ത് നമ്മൾ ഡോക്ടേഴ്സിനെയും കെമിസ്റ്റിനെയും ആഡ് ചെയ്താൽ മതി, ബാക്കി എല്ലാവരെയും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കും. താങ്ക് യു.